എല്ലാവരും ന്യൂ ഇയറിൻ്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കലണ്ടർ മാറ്റുന്നത് മാത്രമാണോ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്? അതോ കഴിഞ്ഞു പോയ പുതുവർഷത്തിലൊക്കെ ചെയ്തതുപോലെ നടക്കാത്ത കുറേ തീരുമാനങ്ങളെടുത്ത് തീർക്കാനുള്ളതാണോ ഓരോ തുടക്കങ്ങളും? ന്യൂ ഇയർ ഈസ് എ ചേഞ്ച് ടു ബിഗിൻ. പുതിയൊരു തുടക്കത്തിലേക്കുള്ള അവസരമാണ് നമുക്ക് മുമ്പിലുള്ളത്. കൃത്യമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളെ മാത്രം, പരാജയങ്ങളെ മാത്രം എണ്ണി പരസ്യപ്പെടുത്തുന്ന ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ച എത്രയെത്ര അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എപ്പോഴെങ്കിലും ആ അനുഗ്രഹങ്ങളെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ദിസ് ഈസ് ദ ബെസ്റ്റ് മെസ്സേജ് ടു യുവർ ന്യൂ ബിഗിനിങ്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പുതിയ തുടക്കത്തിലേക്ക് വേരുറപ്പിക്കേണ്ട സമയമാണിത്. വേരുറച്ചാൽ ഏത് തരിശുഭൂമിയിലും പച്ചപ്പ് നിറയും, അതിലും ഒരു സംശയമില്ല. വിശ്വാസിയായൊരു മനുഷ്യന് പുതുവർഷം വരുമ്പോൾ സങ്കടമാണ് ഉണ്ടാവേണ്ടത്. തൻ്റെ ആയുസ്സിൽ നിന്ന് 365 ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്ന ചിന്തയിൽ അയാളുടെ ഹൃദയം വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. തൻ്റെ ആയുസ് കൊണ്ട് സൃഷ്ടാവ് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ നിറയും. സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ടാവട്ടെ പുതിയ തുടക്കങ്ങളും ഉപയോഗപ്പെടുത്തിയ നിമിഷങ്ങളും നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ മാത്രമാവട്ടെ കൽബ് നിറയും. സൃഷ്ടാവിന് നന്ദി ചെയ്യുന്ന ഹൃദയമുള്ളവരായി പുതിയ തുടക്കത്തെയും വരവേൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.